ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ കാലത്ത് ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കുക എന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോഴേ ഉമ്മ പറഞ്ഞു നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം, ചിക്കൻ ബിരിയാണിന്ന്. അപ്പോൾ ഞങ്ങൾ പാലക്കാടൻ ചിക്കൻ ബിരിയാണി ആണ് ഉണ്ടാക്കുന്നത്, റാവത്തർ ബിരിയാണി. അപ്പം അമ്മ ചിക്കനെല്ലാം പൊരിച്ച് അതിലേക്ക് പാത്രത്തിലോട്ട് ഇട്ടു. എല്ലാം പൊരിച്ചതിന് ശേഷം ഒന്നിച്ചാണ് മസാല ഇടുന്നത്. അപ്പോൾ മസാലയൊക്കെ ഇട്ടതിന് ശേഷമാണ് പിന്നെ ഉമ്മ ബിരിയാണി വെക്കാനുള്ളതിൽ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ചട്ടിയൊക്കെ വെച്ച് അതിൽ പട്ട, കറാമ്പ്, ഏലക്കായ്, പച്ചമുളക് എല്ലാം ഇട്ട് നന്നായി വഴറ്റണം. അത് നന്നായി വഴണ്ട് വന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഉള്ളിയൊക്കെ ഇടുക. ഉള്ളി ഇട്ട് നല്ല ഗോൾഡൻ കളറാണ്. നമുക്ക് ഗോൾഡൻ കളറാകാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടാൽ പെട്ടെന്നൊന്ന് ഗോൾഡൻ കളറായി കിട്ടും. അതിലോട്ട് പിന്നെ മല്ലിയില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം അരച്ച് നമ്മൾ ചേർത്ത് ഒന്നും കൂടി നന്നായി വഴട്ടും. ശരിക്കും ചിലർ ജസ്റ്റ് ഒന്ന് വഴറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ പച്ചമണം മാറില്ല. അപ്പോൾ നന്നായി വഴറ്റിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ മസാലപ്പൊടികൾ ഇടുന്നത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെ. ഇതൊക്കെ പറയുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഓ ഇതൊക്കെ നിങ്ങൾക്കറിയാമെന്ന്. പക്ഷെ അറിയാത്തവരുണ്ടാവുമല്ലോ. ഓരോ ഭാഗത്തും ഓരോ സ്റ്റൈലിലല്ലേ വെക്കാറ്. അങ്ങനെ മസാല എല്ലാം ഇട്ടുമ്പോൾ അത് നന്നായി വേവിച്ചതിന് ശേഷം അത് നമ്മൾ കുറച്ച് മിനിറ്റ് വെക്കണം, അത് വേവണമല്ലോ. അപ്പോൾ ചിക്കൻ നല്ല പൊരിഞ്ഞും കൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ ചിക്കൻ ചട്ടിയിലോട്ട് വീഴാനുള്ള തത്രപ്പാടിലാണേ. അതിനെ അപ്പോൾ ഉമ്മ ഒന്നും കൂടി ഉപ്പൊക്കെ നോക്കിയപ്പോൾ, കാരണം നമ്മൾ ഉപ്പ് നോക്കണേ, നമുക്ക് ഓരോരുത്തർക്ക് ഉപ്പിൻ്റെ അളവ് പല ടൈപ്പിലായിരിക്കും. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ നോക്കി ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് പൊരിച്ച ഇറച്ചി നമ്മൾ ചട്ടിയിലോട്ട് ഇടുന്നത്. അങ്ങനെ അത് നന്നായിട്ട് ഇളക്കണം, കാരണം ആ പൊരിച്ച ഇറച്ചിയിൽ നല്ല മസാല പിടിക്കണം. മസാല പിടിച്ചിട്ട് ഒന്നും കൂടി നമ്മൾ അതിലിട്ടിട്ട് തന്നെ ഒന്ന് വേവിക്കും. അങ്ങനെ പൊരിച്ചിറച്ചി അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിലോട്ട് ഉമ്മ വീണ്ടും മല്ലിയില ഇട്ടിട്ടുണ്ട്. ഈ മല്ലിയില ഇടുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. ഞാനൊക്കെ കുറച്ച് ഇടാറുള്ളൂ. അങ്ങനെ ഉമ്മ മല്ലിയില ഇട്ട് അങ്ങനെ തൈരെല്ലാം ഒഴിച്ച് ഒന്നും കൂടി അതിനെ സെറ്റാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വേവിക്കുന്നു അത്രത്തോളം അതിലോട്ട് ഉമ്മ വെള്ളമൊക്കെ ഒഴിച്ച് ഇനി അത് കുറച്ച് നേരം തിളപ്പിക്കണം. അങ്ങനെ വെള്ളമെല്ലാം ഒഴിച്ച് അതൊന്ന് സെറ്റാക്കിയതിന് ശേഷം അതൊന്ന് തിളപ്പിക്കണേ. തിളപ്പിച്ചതിന് ശേഷം നമ്മൾ അരി ഇട്ടതിന് ശേഷം ഒരു തിളയും കൂടി തിളയ്ക്കണം. അപ്പോൾ എന്തായാലും അരി ഇട്ടൊന്ന് ഇളക്കി വെക്കട്ടെ. അങ്ങനെ അരിയൊക്കെ ഇട്ട് ചട്ടിയിലിട്ട് വേകുമ്പോഴേക്കും താത്തയും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ കുറച്ച് നേരം സംസാരിച്ചു. അങ്ങനെ ചോറ് തിളപ്പിക്കാൻ വേണ്ടി ഉമ്മ വെച്ച് അങ്ങനെ ചോറൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ആഹാ, കാണുമ്പോൾ തന്നെ എന്താ ഒരു രസമല്ലേ. അതിലോട്ട് വീണ്ടും ഉമ്മ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില, കുറച്ച് നെയ്യ് അതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് ഒട്ടാതിരിക്കാനൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദമ്മൊന്ന് പൊട്ടിക്കുമ്പോൾ ആഹാ, അപ്പോൾ ഒരു മണമുണ്ടല്ലോ. ഓ, എന്തൊരു മണമായിരിക്കുമല്ലേ. അങ്ങനെ ദമ്മ പൊട്ടിച്ച് ഇളക്കുകയാണ് കേട്ടോ. ദമ്മ പൊട്ടിച്ചൊന്ന് നന്നായി ഇളക്കുമ്പോൾ തന്നെ, ദമ്മ പൊട്ടിക്കുമ്പോൾ തന്നെ ഒരു മണമാണ്. അപ്പം തന്നെ അവിടെ താത്താൻ്റെ കുട്ടികളും ഫുഡായില്ലേ എന്ന് പറഞ്ഞിട്ട് ചോദിക്കണ്ട. കാരണം ഇതിൻ്റെ മണം അവർക്ക് അടിച്ചിട്ട് വിശന്നിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കണേ. നല്ല മണമുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം പാത്രത്തിൽ സെറ്റാക്കണം. അപ്പോൾ അമ്മ പറഞ്ഞ ഒന്നും കൂടി നെയ്യ് ഒഴിച്ച് ഒന്ന് അടച്ച് വയ്ക്കാം, അതിനുശേഷം നമുക്ക് പാത്രത്തിൽ സെറ്റാക്കാമെന്ന്. എല്ലാവരും കൂടി കഴിച്ചു. അങ്ങനെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവർ ടാറ്റാ ബൈ ബൈ.